ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അമ്മീസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ അമ്മ വീട്ടിൽ പോവുകയാണ്. വള്ളിയൂർക്കാവ് ഉത്സവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം അച്ഛനില്ല. ഞാനും ലച്ചുവും അമ്മയും ബസ്സിനാണ് പോകുന്നത്. അപ്പം നമുക്ക് പോകും വഴിയെ കാണാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ബസ് കിട്ടി. 3 മണിക്ക് കീപ്പള്ളിയിൽ നിന്ന് മാനന്തവാടിയിലോട്ടേക്ക് പോകുന്ന ബസ്സാണിത്. അച്ഛൻ വരാത്ത സമയത്ത് നമ്മൾ ഈ ബസ്സിനാണ് പോകാറുള്ളത്. അമ്മമ്മേൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ സമയം ബസ്സിലിരിക്കുന്നത് കൊണ്ട് ലച്ചുവിന് അത്ര താല്പര്യമില്ല കാര്യമല്ല. അതുകൊണ്ടാണ് ലച്ചുവിൻ്റെ മുഖം ഇങ്ങനെ. പക്ഷേ എത്ര സമയം ഇരുന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ചുരത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരത്തിലുള്ള പാറകളൊക്കെ കാണുമ്പോൾ ലച്ചുവിന് ഭയങ്കര പേടിയാണ്. ഓരോ സ്ഥലം എത്തുമ്പോഴും എനിക്ക് ആകാംക്ഷയാണ് എത്താറായെന്ന്. ഈ ചുരത്തിലൂടെയൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ ചുരത്തെ അറിയപ്പെടുന്നത് പാൽച്ചുരം എന്നാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്. ചുരം കയറി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയ അമ്മമ്മേൻ്റെ വീടെത്തി. KSRTC ബസ്സിലുള്ള യാത്ര അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ തേയില പ്രദേശങ്ങളാണ്. ഇനി അധികം സമയം യാത്രയില്ല, അമ്മമ്മേൻ്റെ വീടെത്താനായി. ഗൈസ്, ഇപ്പോൾ നമ്മൾ കാവ് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ കുറച്ച് സന്ധ്യയായിട്ടാണ് കാവ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ മാമൻ്റെ വാവയാണ് കൈപിടിച്ച് നടക്കുന്നത്. മാമിയും മാമനും എല്ലാവരും നമ്മളെ കൂടെയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കാവിലെത്തി. ഈ കൊല്ലം കാവിൽ എല്ലാ വർഷത്തെക്കാളും തിരക്കുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവത്തിലൊന്നാണ് വള്ളിയൂർക്കാവ് ഉത്സവം. ഈ കാണുന്നതാണ് താഴേക്കാവ്. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മുകളിലെ അമ്പലമാണ്. അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ റൈഡുകളുള്ള സ്ഥലത്താണ് പോയത്. ആകാശത്തൊട്ടിൽ, തോണി, ബൈക്ക്, ജീപ്പ്, മരണക്കിണർ, അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട്. എല്ലാ റൈഡുകളിലും ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ആദ്യമായി കയറിയത് ഈ റൈഡിലാണ്. നമ്മളെ കൂടെ തന്നെ വാവ ഉണ്ടായിരുന്നു. വാവക്ക് ഇതിന് മുകളിലോട്ടേക്ക് എങ്ങനെ കയറേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ കൈ പിടിച്ചാണ് അവൾ കയറിയത്. വാവ ഉടുപ്പിട്ടത് കൊണ്ട് തന്നെ കയറുമ്പോൾ ചവിട്ടി വീഴുന്നുണ്ടായിരുന്നു. ഞാനും ലച്ചും ഇതിൽ എല്ലാ വർഷവും കയറുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സിമ്പിളാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. അതിനിടയിൽ അമ്മമ്മ എനിക്ക് വാച്ച് മേടിച്ചു തന്നു. എനിക്കിഷ്ടപ്പെട്ട വാച്ചാണ് അമ്മ മേടിച്ചു തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ തുള്ളുന്ന റൈഡിലാണ് കയറിയത്. വാവ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ റൈഡിൽ ഒരുമിച്ച് വരുന്നത്. വാവേനെ കണ്ടപ്പോൾ അവിടെയുള്ള വേറെ ഒരു കുട്ടി വാവേൻ്റെ കൂടെ കളിയായി. പക്ഷെ വാവ അതൊന്നും കാര്യമാക്കുന്നില്ല. ഓരോ റൈഡിലും കയറുമ്പോൾ അടുത്ത് എന്തിനാ കയറേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ. ഇതാണ് മിന്നുവാമീൻ്റെ അനിയത്തി ചിന്നിച്ചേച്ചി. ചിന്നിച്ചേച്ചി ഞങ്ങൾക്ക് ചോളൊക്കെ വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മാമൻ ഐസ്ക്രീം മേടിച്ചു തന്നു. എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളിൽ ഒന്നാണ് ഐസ്ക്രീം. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റൈഡിലൊക്കെ കയറി. ഇതാണ് മസാലപ്പൊരി. ഇത് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമായ കോളിഫ്ലവറാണ് മേടിച്ചത്. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബജ്ജി മുളക് അമ്മ മേടിച്ചു. ആ സമയം വാവ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2ാം ദിവസമാണ് കാവ് പോകുന്നത്. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. ഇന്നലെ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെയാണ് കാവ് പോയത്. ഇന്നലെ എല്ലാ റൈഡും കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ പോകാൻ ഇൻട്രസ്റ്റ് ആണ്. ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. വാവക്ക് ഫോട്ടോവിന് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞ് വേഗം പോവാത്തത് കൊണ്ടാണ് ലച്ചുവിൻ്റെ മുഖം ഇങ്ങനെ. ഇന്നും കാവിൽ നല്ല തിരക്കുണ്ട്. ഇന്നലെ കയറാത്ത റൈഡുകളിലൊക്കെ ഇന്ന് കയറണമായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെങ്കിലും ദിവസം കൂടുന്തോറും തിരക്കും കൂടുതലാണ്. ഇന്നലെ റൈഡുകളിൽ കയറിയത് മാത്രമല്ല, കുറേ സാധനങ്ങളും മേടിച്ചു. ആകാശത്തൊട്ടിൽ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ചിന്നിച്ചേച്ചിൻ്റെ കയ്യിലെ മയിൽ വാവ വാശി പിടിച്ച് മേടിച്ചതാണ്. ലൈറ്റുകളുള്ള ഈ ബലൂൺ കാണാൻ നല്ല ഭംഗിയാണ്. ചെവിയിൽ വെക്കുന്ന ഈ സാധനം അമ്മമ്മ മേടിച്ചു തന്നെയാണ്. കടകളിലുള്ള കമ്മൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കമ്മലൊക്കെ മാമി മേടിച്ചു തന്നു. ഈ കടയിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എനിക്ക് അമ്മമ്മ മേടിച്ചു തന്നു. ഇവിടെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. ഫാൻസി ഐറ്റം മാത്രമല്ല, അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട്.
ഇതും കഴിഞ്ഞ് ഞങ്ങൾ ചെടി വെക്കുന്നിടത്താണ് പോയത്. ഒരുപാട് നല്ല ഭംഗിയുള്ള ചെടികൾ ഇവിടെയുണ്ട്. പൂച്ചെടികൾ മാത്രമല്ല, അല്ലാതെ കുറേ തൈകൾ ഇവിടെയുണ്ട്. അമ്മയും കൂടെ കുറേ ചെടി മേടിച്ചു. ഇന്ന് നമ്മൾ കാവ് പോകുന്നത് 3-ാം ദിവസമാണ്. ഇന്ന് നമ്മുടെ കൂടെ അച്ഛനും ഉണ്ട്. അച്ഛനുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അമ്പലത്തിലേക്ക് 2 വഴിയിലൂടെയും പോവാം. ഇന്ന് നമ്മൾ ഈ വഴിയിലൂടെയാണ് പോയത്. ഇതാണ് അമ്പലത്തിലുള്ള ഉൾഭാഗം. ഇവിടെയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. തൊഴുത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ അമ്മേൻ്റെ പഴയ ഓർമ്മകൾ പങ്കുവച്ചു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഥകളി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം നോക്കിയിരുന്നു. ഈ അവതരണമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ എന്നെ അതിശയിപ്പിച്ച കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. ഇതിലൂടെ നടക്കുമ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, തിരക്കില്ലെങ്കിൽ നമുക്ക് ചോറും കൂടിയും കഴിച്ചിട്ട് താഴോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് റൈഡ് കയറാൻ പോയി. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ്. ഇതിൽ ഞാൻ ഒറ്റയ്ക്കാണ് കയറിയത്. ഞാൻ വിസ്മയ പാർക്ക് പോയപ്പം ഈ റൈഡ് കയറിയിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇത് മുകളിലോട്ടേക്ക് പോകാൻ തുടങ്ങി. മുകളിലെത്തുമ്പോൾ അടിപൊളി കാഴ്ചയാണ്. ഇതിൽ കയറണമെന്ന് ഞാൻ 2 ദിവസമായി ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം സഫലമായി. ഞാൻ ഈ റൈഡിൽ കയറിയത് മുതൽ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയായിരുന്നു. താഴെ എത്തിയപ്പോൾ എനിക്കിത് കഴിഞ്ഞു പോയല്ലോ എന്നൊരു സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കയറിയ റൈഡിൽ തന്നെ ഞങ്ങൾ കയറി. ഇതും കഴിഞ്ഞ് ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിച്ചു. എൻ്റെ അമ്മ വലിയ കൃഷ്ണഭക്തയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു കൃഷ്ണനെ മേടിച്ചു. കൃഷ്ണന് മാത്രമല്ല മറ്റു സാധനവും അമ്മ മേടിച്ചു. അങ്ങനെ നമ്മൾ ഉത്സവ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ടേക്ക് മടങ്ങുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോയ പോലെ തോന്നി. ഈ 3 ദിവസം നമ്മൾ മതിമറന്ന് അടിച്ചു പൊളിച്ചു. അമ്മ വീഡിയോസ് എടുക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിലും അമ്മമ്മ വീട്ടിൽ നിന്ന് വന്ന സങ്കടമാണ് ഉള്ളിൽ. നമ്മളെപ്പോലെ തന്നെ അവിടെയും എല്ലാവർക്കും സങ്കടമാണ്. ഇപ്പം നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലനിരകൾ കാണാൻ നല്ല രസമാണ്. രാവിലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്നതുകൊണ്ട് ചുരത്തിൽ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയം നമ്മൾ കുറച്ച് നേരം ഉറങ്ങി. അപ്പം ഞങ്ങൾ 2026 ഉത്സവ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.